Hi cool moms and dads, welcome to Mama Cool. ഇന്നത്തെ വീഡിയോ നമ്മളുടെ ആക്ടിവിറ്റി സീരീസിലെ 4th വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 10 മാസം മുതലുള്ള കുട്ടികൾക്ക് ഈ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പിൻസർ ഗ്രിപ്പൊക്കെ വരേണ്ട ആക്ടിവിറ്റിയാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെയൊക്കെ കാണിച്ച ആക്ടിവിറ്റി പോലെ തന്നെ ഹാൻഡ് ഐ കോർഡിനേഷനും സോഷ്യൽ ഡെവലപ്മെൻറ്റിനും ഒക്കെ സഹായിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും കുട്ടികളെ ചെയ്യിക്കണം കേട്ടോ. ഒരുപാട് വിലപിടിപ്പുള്ള ഓരോ വസ്തു ആവശ്യമില്ല. ഞാൻ എടുത്തിരിക്കുന്നുണ്ടല്ലോ ഇതുപോലത്തെ ഒരു എഗ് കാർട്ടനാണ്. അതായത് നമ്മുടെ എഗ്ഗ് വരുന്ന ഇങ്ങനെ കുഴിയുള്ള കാർട്ടണില്ലേ, അതിൻ്റെ ഈ സൈഡിൽ ഞാൻ വെറുതെ ഒന്ന് പെയിൻ്റ് അടിച്ച് വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു എഗ് കാർട്ടൺ മാത്രം മതി. പിന്നെ നമുക്ക് വേണ്ടത് ക്യൂട്ടിപ്പ് അഥവാ കോട്ടൺ സ്വാബ്, ഈ സാധനമാണ്. ഈ 2 സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. ഇനി ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. അതായത് ഇതുപോലത്തെ ജാറ് നമുക്ക് എല്ലാ കടയിലും വാങ്ങാൻ കിട്ടും. ഇങ്ങനത്തെ ഒരു ജാറായാലും മതി. അപ്പോൾ നമ്മളുടെ ഈ ആക്ടിവിറ്റിയുടെ പേര് ക്യൂട്ടിപ്പ് പുഷ് ആക്ടിവിറ്റി എന്നാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ 3 ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പോൾ മിക്കവരുടെയും പരാതി എന്ന് പറയുന്നത് കുട്ടികൾ കുറച്ച് നേരം മാത്രമേ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നുള്ളതാണ്. അതായത് ഒരു 30 മിനിറ്റ്സോ 20 മിനിറ്റ്സോ മാത്രമേ ചെയ്യുന്നുള്ളൂ. തീർച്ചയായിട്ടും കുട്ടികൾ ഒരു 15 to 30 മിനിറ്റ്സ് ചെയ്താൽ തന്നെ അത് വളരെ വലിയ കാര്യമാണ്. കാരണം കുട്ടികൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കഴിവില്ല ഈ ഒരു പ്രായത്തിൽ. അപ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനത്തെ ആക്ടിവിറ്റീസ് കൊടുക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു ദിവസം ഒരു ആക്ടിവിറ്റി ചെയ്യിച്ചു, അന്ന് അവർ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിച്ചു. പിറ്റേ ദിവസം ആ ആക്ടിവിറ്റി ചെയ്യിച്ചു. ചിലപ്പോൾ അവർ ഇൻട്രസ്റ്റ് കാണിക്കും, ചിലപ്പോൾ അവരത് തിരിഞ്ഞു നോക്കില്ല എന്നിരിക്കും. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പുതിയ പുതിയ ആക്ടിവിറ്റീസ് അതിനായിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഞാൻ ഓരോ ദിവസവും ഓരോ ആക്ടിവിറ്റി ഇതേ പോസ്റ്റ് ചെയ്യാറുള്ളൂ. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 10 ആക്ടിവിറ്റി നിങ്ങൾ ഒരുമിച്ച് കാണിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൽ ഏത് ആക്ടിവിറ്റി ചെയ്യിക്കാമെന്ന് വിചാരിച്ച് കുറേ ദിവസം കളയും. പിന്നെ ഈ 10 ആക്ടിവിറ്റിയിൽ ഏതാണ് ഈസി ആയിട്ട് ചെയ്യിക്കാമെന്ന് ഞാൻ ആദ്യം വിചാരിക്കും. പിന്നെ വിചാരിക്കും ഇത്ര ആക്ടിവിറ്റീസ് എങ്ങനെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിക്കും. അപ്പോൾ ഓരോ ആക്ടിവിറ്റി ആണെങ്കിലും നമുക്ക് ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഓരോ ആക്ടിവിറ്റി ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് പിക്ചർ കാണുമ്പോൾ ഇഷ്ടമുള്ള ആക്ടിവിറ്റി ചെയ്യിക്കാം. ഇനിയിപ്പോൾ കുട്ടീനെ ഒരു ദിവസം ഒരു ആക്ടിവിറ്റി ചെയ്തു, അടുത്ത് നിങ്ങൾക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആക്ടിവിറ്റി എടുത്ത് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്നായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം അപ്പോൾ എങ്ങനെയാണ് ഈ ക്യൂട്ടിപ്പ് പുഷ് ആക്ടിവിറ്റി അല്ലെങ്കിൽ കോട്ടൺ സ്വാബ് പുഷ് ആക്ടിവിറ്റി കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നതെന്ന്. അപ്പോൾ ഈ ആക്ടിവിറ്റി ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഒരു എഗ് കാർട്ടനാണ് വേണ്ടത്. എഗ് കാർട്ടൺ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു പ്ലാസ്റ്റിക് ഒരു മേസൺ ജാറോ എന്തെങ്കിലും മതി. അപ്പോൾ അതിൻ്റെ എഗ് കാർട്ടൺ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ ചെറിയ ചെറിയ ഹോൾ ഇടണം. അതായത് ഈ ക്യൂട്ടിപ്പ് കുട്ടികൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെക്കാനുള്ള പോലത്തെ ഹോൾ ഇടണം. ഈ മേസൺ ജാർ ആണെങ്കിലും അതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ഹോൾ ഇടാം. അപ്പോൾ ഹോൾ ഇടുമ്പോൾ എന്തെങ്കിലും കൊണ്ട് ഉരുക്കി ഹോൾ ഇടേണ്ടി വരും, അല്ലെങ്കിൽ ഇങ്ങനെ കുത്തി തുളച്ച് ഹോൾ ഇടുക, എന്തെങ്കിലും ചൂടാക്കിയിട്ട് ഹോൾ ഇടേണ്ടി വരും. അങ്ങനെ ഹോൾ ഇടാം. പിന്നെ ഈ നമ്മുടെ ചെറിയ കുട്ടികളായതുകൊണ്ട് കുറച്ച് വലിയ ഹോൾ ഇടണം. കാരണം അവർക്ക് അങ്ങനെ നന്നായിട്ട് പുഷ് ചെയ്ത് ഉള്ളിലേക്ക് കടത്താൻ പറ്റില്ല. അപ്പോൾ കുറച്ചും കൂടി കോട്ടൺ സ്വാബ് ഈസി ആയിട്ട് കയറി പോണ പോലത്തെ ഹോൾ ഇടാനായിട്ട് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ വെറുതെ ഒന്ന് കുറച്ച് കളറൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഈ ഒരു കളറ് അവിടെ ഒരു ഹോൾ ഉണ്ടെന്ന് അവൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ കളറൊന്നും ഇല്ലെങ്കിൽ കളറൊന്നും അടിക്കണമെന്നില്ല. പിന്നെ നമുക്ക് കുറച്ച് കോട്ടൺ സ്വാബ് വേണം. അതപ്പോൾ കുട്ടികൾ അതിനുള്ളിലേക്ക് കടത്തി വെക്കുക. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അവരുടെ ഹാൻഡ് ഐ കോർഡിനേഷൻ നന്നായിട്ട് വർക്ക് ചെയ്യും. നമ്മൾ ആദ്യം തന്നെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നും ഉണ്ടാവില്ല. 2-3 പ്രാവശ്യം ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ മാത്രമേ ആ ഒരു ആക്ടിവിറ്റി കുട്ടികൾക്ക് ശരിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം അല്ലെങ്കിൽ ആദ്യത്തെ ദിവസമൊന്നും കുട്ടികൾ ഈ ആക്ടിവിറ്റി ചെയ്തില്ല എന്നൊക്കെ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പതുക്കെ അവരുടെ ആ ഒരു കഴിവ് മെച്ചപ്പെട്ടു വരും. അപ്പോൾ കുട്ടികളെ കുറേ നേരം എൻഗേജ്ഡ് ആയിട്ട് ഇരുത്താൻ വേണ്ടി ഈ ആക്ടിവിറ്റി തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും. അതുപോലെ അവരുടെ ഹാൻഡ് ഐ കോർഡിനേഷൻ മെച്ചപ്പെടുത്താനും അതുപോലെ അവരുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. നിങ്ങളൊരു കാര്യം ചെയ്ത് നോക്കൂ. ഇങ്ങനത്തെ ആക്ടിവിറ്റി ഇപ്പോൾ ഞാനിടുന്ന ആക്ടിവിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുട്ടികളെ ചെയ്യിക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് കുട്ടികളെ ചെയ്യിക്കൂ. ഒരു 2-3 ആഴ്ച നിങ്ങൾ അടുപ്പിച്ച് ഇങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്യിക്കും. നിങ്ങളുടെ കുട്ടികൾ മൊബൈൽ ഫോൺ കാണുന്നുണ്ടെങ്കിലോ TV കാണുന്നുണ്ടോന്നെങ്കിലോ ഒക്കെ ആ സമയം കൂടുതൽ ഇതുപോലെ ആക്ടിവിറ്റീസിൽ ചിലവഴിക്കാൻ നോക്കൂ. അപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ എന്താ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടി നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും തുടങ്ങും. നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ആ കാര്യം. നിങ്ങളിപ്പോൾ കുറച്ച് നാൾ ഈ ആക്ടിവിറ്റീസൊക്കെ ചെയ്യിച്ചിട്ട് നിങ്ങൾ ചെറിയ കുട്ടിയാണെന്ന് വിചാരിച്ചോ, ആ കുട്ടിയോടൊന്ന് പറഞ്ഞു നോക്കൂ. നടക്കാറായ കുട്ടിയോടാണെങ്കിൽ ഒരു സാധനം എടുത്ത് നിങ്ങൾക്ക് തരാനോ അല്ലെങ്കിൽ ഒരു സാധനം അവിടെ കൊണ്ട് വയ്ക്കാനോ പറഞ്ഞു നോക്കൂ, അവരത് ചെയ്യും.
അങ്ങനെയുള്ള സോഷ്യൽ ഡെവലപ്മെൻറ്റിനും ഈ ആക്ടിവിറ്റീസ് ഒരുപാട് ഗുണം ചെയ്യും. നമ്മൾ ഒരിക്കലും കുട്ടികൾ നല്ല ഐക്യോടെ നല്ല പഠിച്ച് മിടുക്കനാകണം, അല്ലെങ്കിൽ നല്ല ഉയരങ്ങളിലെത്തണം, ഒരുപാട് നല്ല ജോലി കിട്ടണമെന്ന് മാത്രം ആഗ്രഹിച്ചാൽ പോരാ. അവരുടെ സോഷ്യൽ ലൈഫും കൂടി ബെറ്റർ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും അവരെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ കുഞ്ഞ് ആക്ടിവിറ്റീസ് കൊടുക്കുക വഴി അവർക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് നല്ല നല്ല ക്യാരക്ടർ ഉണ്ടാവാൻ അവരെ നമുക്ക് സഹായിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് കുട്ടികളെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ 4th ആക്ടിവിറ്റി ഇപ്പോൾ ഇന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു ആക്ടിവിറ്റി ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും എന്നും പറയുന്ന പോലെ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അതൊരു ഗ്രേ കളർ ആക്കണം. സാധാരണ റെഡ് കളറിലായിരിക്കുന്നത്. പിന്നെ അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടി ക്ലിക്ക് ചെയ്തേക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടൊന്നുമല്ല ഞാൻ പറയണത്. നിങ്ങൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ സന്തോഷമാകും. ഇത്രയും നമ്മൾ ഒരു ചെറിയ എഫേർട്ടൊക്കെ എടുത്തിട്ടില്ലേ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ലൈക്ക് കിട്ടിയാൽ നമുക്ക് എന്തായാലും സന്തോഷമാവില്ല. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ.